അത്യാവശ്യം വിവരമുള്ള എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് നമ്മുടെ എഡ്യൂക്കേഷന്റെ സിസ്റ്റം എന്നേ മാറേണ്ടതാണ്. നീറ്റിന് വേണ്ടി സപ്പോർട്ട് ചെയ്യാൻ പോയിട്ട് ഇടയിൽ കൂടി ഇവര് ഇന്ത്യൻ ആർമിക്കൊക്കെ എതിരെ ഇങ്ങനെ ചെയ്യുന്ന കാണുമ്പോണ്ടല്ലോ നല്ല വിഷമമുണ്ട്. അവരൊന്ന് കണ്ണടച്ചാൽ തീരാവുന്നേ ഉള്ളൂ നമ്മുടെയൊക്കെ ജീവിതം. ഞാനും ഒരു സ്റ്റുഡന്റ് ആണ്, എനിക്കും മനസ്സിലാവും അവരുടെ വിഷമം. സ്റ്റുഡൻസിന് സപ്പോർട്ടായിട്ട് ഞാനും എന്നും കൂടെ ഉണ്ടാവും. നമ്മുടെ രാജ്യത്ത് പിന്നെ പണ്ട് മുതലുള്ള ഒരു ശീലാണ് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ അതിനിടയിലോട്ട് മതം എടുത്തിരുന്നത്. ആ ചിന്താഗതിയൊക്കെ മാറാനായിട്ടാണ് നമ്മൾ എഡ്യൂക്കേഷൻ അത്ര ഇമ്പോർട്ടന്റ് എടുക്കുന്നത്. ആ എഡ്യൂക്കേഷൻ തന്നെ ഇങ്ങനത്തെ ഒരു അവസ്ഥ വരിക എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ എങ്ങനെ വളരാനാണ്? നമ്മുടെ രാജ്യം ആര് ഭരിച്ചാലും ഇതൊക്കെ തന്നെ ആയിരിക്കും അവസ്ഥ എന്ന് എനിക്ക് തോന്നണത്. ഡൽഹിയിൽ പ്രൊട്ടസ്റ്റ് നടന്നിട്ട് നമ്മുടെ ഇവിടെ കുറെ പേര് സ്റ്റോറി ഇട്ട് മെഴുകാൻ കുറെ ആൾക്കാരുണ്ടാവും. അവിടെ പോയി പ്രൊട്ടസ്റ്റ് ചെയ്യാനോ അതിനൊന്നും ആഗ്രഹം കൊണ്ട് വരില്ല. അവിടെ പോകുന്നവരാണല്ലോ റീച്ച് ഉണ്ടാക്കാനെന്നുള്ള കള്ളപ്പേര്. ഇത് നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാളും വലിയ പ്രശ്നമാണ്, നമ്മുടെ രാജ്യത്തെ തന്നെ ബാധിക്കുന്ന പ്രശ്നമാണ്. ഇത് നമ്മൾ റീൽസിലൂടെ മനസ്സിലാക്കുന്ന കുറെ പേരുണ്ടെന്ന് എനിക്കറിയാം. അവരോടൊക്കെ എനിക്ക് ഒന്നേ പറയാനുള്ളൂ, നമ്മുടെ ഫീഡ് വരുന്നതെല്ലാം സത്യമെന്ന് ഒരിക്കലും വിശ്വസിക്കരുത്. ഒരു കാര്യം വെച്ച് നോക്കുമ്പോൾ ഞാനൊക്കെ ഇവിടെ ജനിച്ചത് എന്റെ ഭാഗ്യമാണ്. ഇതൊക്കെ കാണുമ്പോൾ മനസ്സിലാവും ജീവിതം ഇനിയും കുറെ പഠിക്കാനുണ്ടെന്ന്. ഇവിടെയൊക്കെ ജീവിക്കണമെങ്കിൽ ഉണ്ടല്ലോ നമ്മൾ പഠിച്ചാൽ മാത്രം പോരാ. ഈ പ്രൊട്ടക്ഷനെ കുറിച്ച് നിങ്ങൾക്ക് എന്താ പറയാനുള്ളതെന്ന് കൂടെ കമന്റ് ചെയ്യട്ടാ. ഞങ്ങളുടെ ഇടയിലും ഇപ്പൊ അതേ സംസാരം തന്നെ. എല്ലാവർക്കും പ്രൊട്ടക്ഷനെ കുറിച്ച് സംസാരിച്ചാൽ മതി. പക്ഷെ ഞങ്ങളുടെയൊക്കെ സംസാരം ഈ ഇൻസ്റ്റാഗ്രാമിലെ റീൽസ് കണ്ടിട്ടുള്ളതാട്ടാ. ഞങ്ങളെല്ലാം തമ്മിൽ സംസാരിക്കുമ്പോൾ അറിയണത് നാളെ കോളേജിൽ പ്രൊട്ടസ്റ്റ് ആണ്. ഞങ്ങളുടെ കോളേജ് പിന്നെ കോളേജ് ആയതുകൊണ്ട് ഞങ്ങൾക്ക് നാളെ ലീവ് കിട്ടാൻ വളരെ ചാൻസ് കുറവാട്ടോ. ജൂനിയേഴ്സ് വന്ന പിന്നെ ഒരു ഇങ്ങനെ നടക്കണം കേട്ടോ കോളേജിൽ. എനിക്കാണെങ്കിൽ കോളേജ് വിട്ടാൽ നേരെ വീട്ടിലേക്കും പോകാൻ പറ്റാത്ത അവസ്ഥ. ഇപ്പൊ നേരെ ഡോക്ടറെ കാണാൻ പോയതാ. കാലിന്റെ വേദന ഓരോ ദിവസം കഴിയുമ്പോൾ കൂടി വരിക. കാരണം വേറെ ഒന്നുമല്ല, കളിക്കല്ലെന്ന് പറഞ്ഞാലും ഞാൻ ഫുട്ബോൾ കളി. അപ്പൊ ഇന്നത്തെ വീഡിയോ നീറ്റ് എഴുതിയ സ്റ്റുഡൻസിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു. ജയ് ഹിന്ദ്.